ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സന്തോഷം എവിടെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കെല്ലാം ഉണ്ട് എങ്കിലും നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് വിഷമിക്കുന്നത്, അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇനി ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു ഗൈഡൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു സെക്കൻഡ് ചാനലിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പിരിച്വൽ വേൾഡ് വിത്ത് ടാരോട്സ് 2.0 എന്നാണ് ചാനലിന്റെ പേര്. അത് നമ്മുടെ തന്നെ സെക്കൻഡ് ചാനലാണ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെയൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക്. താല്പര്യമുള്ളവർക്ക് അതും കൂടി ഒന്ന് കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സന്തോഷം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്, ഇനി നിങ്ങളുടെ സന്തോഷം വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന്റെ കാര്യമല്ല നമ്മളിവിടെ നോക്കുന്നത്. കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെയാണ്. കറന്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണ് ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ അറിയുന്നു, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ല, വളരെയധികം വിഷമത്തിലാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും, യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സന്തോഷം എവിടെയാണ് നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ളത്, നിങ്ങളുടെ ഒരു സന്തോഷം, സമാധാനം ഒക്കെ നേടിയെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷം നിങ്ങൾക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ ഒരു സന്തോഷം നേടിയെടുക്കാനായിട്ട് ഇനി എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ത്രെഡ്. കിങ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ലൈഫിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല ഒരു ഡിസിപ്ലിനോട് കൂടി പഠിത്തത്തിന്റെ കാര്യത്തിൽ പഠിത്തം, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനും അങ്ങനെ കാര്യപ്രാപ്തി ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പഠിത്തത്തിൽ നല്ല മിടുക്കുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് പെരുമാറാനും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഒരു കഴിവുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ എന്നുള്ള എനർജി തന്നെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി, പക്ഷെ നിങ്ങൾക്കിവിടെ കഴിവിനനുസരിച്ച് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു പഠിത്തത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു കരിയർ ഒന്നും ബിൽഡപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. അതൊക്കെ നിങ്ങൾക്ക് ഓരോരോ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയി. നിങ്ങളുടെ കഴിവിനൊത്ത ഉയരങ്ങളിൽ എത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഒരു സമയത്ത് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു, ഒക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ഹാപ്പി ആയിട്ട് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഒരു വ്യക്തി വളരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാം. നമ്മൾ വളരെ സോഷ്യലായിട്ടൊക്കെ ഇടപെടുന്ന, അല്ലെങ്കിൽ വളരെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ പോലെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകും എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇവിടെ നമുക്ക് ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെസിനേറ്റ് ആവുന്നവർ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എല്ലാം ഒന്നും റെസിനേറ്റ് ആണെന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ റെസിനേറ്റ് ആവുള്ളൂ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക്
ലൈഫിൽ എല്ലാ കാര്യങ്ങളും സെറ്റിൽഡ് ആണ്. അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ രീതിയിൽ സെറ്റിൽഡ് ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ശരി, ഫാമിലി റിലേഷൻഷിപ്പ് എല്ലാം തന്നെ കൊണ്ട് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ സെറ്റിൽഡ് ആണ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു നല്ല ജോലി ഉണ്ടാകണം, അതുപോലെ തന്നെ കരിയർ ബിൽഡപ്പ് ചെയ്യണം, നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഫാമിലിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഡ്രീംസ് ആണ്. പക്ഷെ ഇതൊന്നും ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ മാരേജ് ലൈഫിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകളെ നമുക്കിവിടെ മാരേജ് കഴിഞ്ഞ ആളുകളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ മാരേജ് ലൈഫിൽ ഒട്ടും അഡ്ജസ്റ്റ് ആകാൻ പറ്റാത്ത, അഥവാ അതായത് നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ ഭയങ്കര സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാളെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വളരെ ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഒട്ടും സോഷ്യൽ അല്ലാത്ത, എൻ്റെ ഫാമിലി എൻ്റെ ഒരു ഇത് മാത്രം, ആ ഒരു രീതിയിൽ പോകുന്ന ആളെയും ആയിരിക്കാം. അപ്പൊ പരമാവധി അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. എപ്പോഴും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം തീർന്നു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം. ഇപ്പൊ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സംസാരത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു വലിയ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു വഴക്കിലേക്കൊക്കെ പോകുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ഫെഡപ്പ് ആയി ശരിക്കും. ഇനിയിപ്പോ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിലും അത്തരത്തിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫുൾഫിൽമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒറ്റപ്പെടലാണ് അനുഭവപ്പെടുന്നത്. ആ ഒരു എനർജിയാണ് നമുക്ക് കൊടുക്കുന്നത്. വളരെയധികം ഒറ്റപ്പെട്ടു പോയി, തനിക്ക് ആരുമില്ല, എല്ലാവരും ഉണ്ട് എന്നാൽ തനിക്ക് ആരുമില്ല, ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഡൗട്ട് അടിച്ചു പോവാണ്, ഇതെന്താണ്, എനിക്കെല്ലാം ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീലിങ്സ് എന്റെ മനസ്സിൽ തോന്നുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നത് ഇതെന്റെ മാത്രം ഒരു തോന്നലാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഒരു പ്രസന്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു 2 months മുന്നേ ഒക്കെ നിങ്ങൾ പല വിധത്തിലുള്ള ജോബിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ചിലപ്പോൾ അത് 6 months 2 months മുന്നേ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു. പല പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങി ഇങ്ങനെ പോവുകയാണ്. പല ജോബുകളും കിട്ടാനൊക്കെ വന്നിട്ട് അത് മുടങ്ങി പോകുന്ന എനർജീസ് കാണുന്നുണ്ട്. ആ ജോബിന് വേണ്ടി നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ ഒത്തിരി ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അത് തടസ്സം വരികയാണ്. അതുപോലെ തന്നെ അന്ന് ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ശ്രമിച്ചു. ഇനി ജോബ് പറ്റില്ല, എന്നാൽ നമുക്കൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ, അതും 8 നിലയിൽ പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു സക്സസിലേക്ക് എത്തുന്നില്ല. ഇതെന്താണ് ഇത് എന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കുണ്ട് എന്ന് പറയാനായിട്ടുള്ളത് കുറച്ച് നല്ല ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്. നല്ല ഫ്രണ്ട്സ് ആണത്. അവിടെ ഒരു ഇതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അത് നിങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നുമുണ്ട്. ആ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു കാര്യം. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ അറ്റ് പ്രസന്റ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു ഡിപ്രഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ, ഒരു നിരാശയാണ്. കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു, നല്ല രീതിയിൽ പഠിച്ചു, അല്ലെങ്കിൽ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം, എങ്കിലും എനിക്ക് ഒത്തിരി നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ഒപ്പം എന്നെക്കാളും മോശമായ രീതിയിൽ നിന്ന അല്ലെങ്കിൽ പഠിത്തത്തിൽ നിന്ന ആളുകളൊക്കെ നല്ല ലെവലിലെത്തി, എനിക്ക് മാത്രം എന്തുകൊണ്ട് എങ്ങും എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞില്ല, എവിടേക്കോ എത്തേണ്ട ആളായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇങ്ങനെ ചുരുങ്ങിക്കൂടി വളരെയധികം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാകണം എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സെൽഫായിട്ടൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ എവിടെ നിന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ അതിനകത്ത് വന്ന പ്രശ്നം സൃഷ്ടിച്ച് പിന്നെ അത് ഫുള്ള് പ്രോബ്ലംസിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങളപ്പോ ഓക്കെ ഈ ഒരു കാര്യത്തിനായിരിക്കും അങ്ങനെ, ഞാൻ നെക്സ്റ്റ് ഒരു കാര്യത്തിന് ഇറങ്ങാന്ന് വിചാരിച്ച് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് തിരിയും. അവിടെയും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ വരുവാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാനായിട്ട് വരുന്നത്.
ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ മാരീഡിലുള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു ഫുൾഫിൽമെന്റ് കിട്ടാത്ത അവസ്ഥയിൽ, പക്ഷെ ഇതിങ്ങനെ തള്ളിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. ഇനി മാരേജിലേക്കൊന്നും പോയിട്ടില്ല, റിലേഷൻഷിപ്പ് മാത്രമായിട്ട് നിൽക്കുന്ന ആളുകളായിക്കട്ടെ, അവരുടെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ഈ ഒരു ലൈഫിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, അയ്യോ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നു, ഇനി ഈ റിലേഷൻഷിപ്പ് തുറന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാലും വീണ്ടും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അതായത് ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇതിന് വരുന്ന ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഇടയിൽ വരുന്ന സമയങ്ങളിൽ ഫുൾ ആൻഡ് ഫുള്ള് നിങ്ങൾ ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇനിയിപ്പോ ഇത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളുണ്ടാകും, ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു സമയങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. പിന്നെ ഒരു ഓൺ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു, പിന്നെ അത് ഓഫിലേക്ക്, ഒരു പ്രശ്നം വന്ന് ഓഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പിന്നെ ഡൗൺ ആവുന്നു, കയറി വരുന്നു. ഈ ഒരു രീതിയിലാണ് ഈ ഇപ്പോ മാരേജ് കഴിയാത്ത ആളുകളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളപ്പം വളരെയധികം നിരാശയിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് വിഷമിക്കുന്നത് പോലും എന്നുപോലും അറിയാത്ത രീതിയിലുള്ള വിഷമത്തിലേക്കും, ആ ഒരു വിഷമത്തിന്റെ മുകളിൽ വീണ്ടും വിഷമം, ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുമ്പോൾ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു ജോബ് തന്നെ അല്ലെങ്കിൽ ഇന്ന കാര്യം തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുവാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. കാരണം നമ്മളതൊരു ചോദിച്ചു വാങ്ങിച്ച ഒരു സാധനമാണ്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഒന്നും ആവശ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെല്ലാം യൂണിവേഴ്സ് ആയിട്ട് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു യൂണിവേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഒരു നന്മ കാണും. ആ ഒരു നന്മ പ്രതീക്ഷിച്ച് വേണം നമ്മൾ നിൽക്കാനായിട്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ നിൽക്കരുത്, പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക. ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഗോ വിത്ത് ദ ഫ്ലോ. ആ ഒരു യൂണിവേഴ്സ് ഇടുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്ന ആളുകളുമായിട്ട് സഹകരിച്ച് നിങ്ങൾ പോവുക. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സിറ്റുവേഷനുമായിട്ട് സഹകരിച്ച് നിങ്ങൾ പോവുക. നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. അതായത് നിങ്ങളായിട്ട് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നൊരു തടസ്സങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ പ്രശ്നങ്ങളാക്കി ഡിപ്രഷനിലേക്ക് പോയി, നിരാശയിലേക്ക് പോയി, പിന്നെ അടുത്ത പ്രശ്നങ്ങളാക്കി അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന രീതിയിൽ അതെടുത്തിട്ട് അടുത്തൊരു കാര്യത്തിലേക്ക് പോവുക. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ യൂണിവേഴ്സിന്റെ ഭാഗത്ത് ഒരു ഗൈഡൻസ് വരുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രകൃതി നിയമം തന്നെയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഏത് സിറ്റുവേഷനും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളതിൽ ബ്രേക്കപ്പ് ആയി എന്നാൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിഷമങ്ങൾ വരും, അവരെ കാണാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമാണ്, അത് പ്രകൃതി നിയമമാണ്, അതങ്ങനെ വരിക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് അത് ലൈഫിൽ ലോങ് കണ്ടിന്യൂ ചെയ്ത് പിടിക്കാതിരിക്കുക. അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, അതുവരെ പോവുക, അത് കഴിഞ്ഞ് അത് അവിടെ ഇടുക. നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. അടുത്ത് വരുന്ന എന്താണ് അത് പ്രതീക്ഷിച്ചിരിക്കുക, അതിന്റെ കൂടെ ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സെലിബ്രേറ്റ് ചെയ്യുക. അല്ലാതെ ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ കൈക്ക് മുറിച്ച് വലിയ പാർട്ടി നടത്തുക എന്നുള്ളതല്ല ലെറ്റ്സ് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രകൃതിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും. ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് യൂണിവേഴ്സിന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ ആ ഒരു വിഷമത്തിലൂടെ കയറ്റി ഇറക്കി വിടുന്നത്. കാരണം എല്ലാവരും പറയാറുണ്ട്, എനിക്ക് അന്ന്, അതായത് ഇപ്പോൾ 2 വർഷം മുന്നുള്ളൊരു വിഷമം, അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ, പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുവാണ്. അങ്ങനെ പറയുന്ന ആളുകൾ കണ്ടത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് ഇതാണ് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമ്മൾ ദൈവമേ ഞാൻ എന്തിനാ ഇത്രയും കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് ഹൃദയം പൊട്ടിപ്പോകാൻ പാത്തിരുന്നത്, ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരും, ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലായിരുന്നോ എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ചിന്തിക്കാൻ. അത് തന്നെയാണ്, നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും അത് നടക്കും. അത് കഴിഞ്ഞു പോകേണ്ടതാണ്, കഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്ത് അതിന്റെ കൂടെ അങ്ങ് പോവുക.
അതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയാൽ നിങ്ങൾ പേടിക്കണം എന്ന്. അതായത് നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ എനിക്ക് വേണം 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 അങ്ങനെ പറഞ്ഞ് പിടിച്ചു പറിച്ച പോലെ വാങ്ങിച്ച്, അല്ലെങ്കിൽ എല്ലാം ഈ ഒരു വ്യക്തിക്ക് തന്നെ താല്പര്യമില്ല, അതെ നമ്മൾ ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തി കുറച്ച് നാളെ നമുക്കത് നിർത്താൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ പഴയതിലേക്ക് തന്നെ പോകും. നമ്മൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായില്ലെങ്കിലും ചിലപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാകാനുള്ളതാണെങ്കിൽ ഭാവിയിൽ ആ വിഷമം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പം ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായി നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിലേക്കോ ഒക്കെ പോയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടവരാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു കിടപ്പ് വശം. അതാണ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ലെറ്റ്സ് സെലിബ്രേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ആ ഒരു രീതിയിൽ ഓടാനായിട്ട് ശ്രമിക്കുക. നല്ലതല്ലാതെ നമ്മുടെ ലൈഫിൽ ഒന്നും തന്നെ നടക്കില്ല എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ നിങ്ങളുടെ സന്തോഷം നിങ്ങളെ തേടി വരട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് മാർച്ച് മന്ത് ആണ് ഇവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്ലൂ ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. നമ്പർ 22 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 639 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ വന്നിട്ടുണ്ട്. 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ലോയർ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 13 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 39 കിട്ടുന്നു. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നു. ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ചാനലിൽ ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. ഏഞ്ചൽ നമ്പേഴ്സിന്റെ മീനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഹിയറിംഗ് ഇഷ്യൂസ്. ഓക്കെ, ഗോൾഡൻ കളർ, ഫെബ്രുവരി മന്ത്, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ, ചോക്ലേറ്റ് ലവർ, ഐസ്ക്രീം ലവർ, ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.